സേഠ്ജിയുടെ വീട്ടിലെ പതിവു ചടങ്ങ് കഴിഞ്ഞു മടങ്ങുമ്പോൾ ഓടയിൽ നിന്നാണ് സത്യഭാമയ്ക്ക് പാവക്കുട്ടിയെ കിട്ടിയത്. സത്യഭാമയുടെ തൊട്ടുപിന്നിൽ ദാദാമോളെ ഓടയിലേക്ക് നീട്ടിത്തുപ്പി ഓർമ്മിപ്പിച്ചു ഭഗവാന്റെ മായ. എന്നിട്ട് തൻ്റെ പ്രിയപ്പെട്ട അളുക്കിൻ്റെ ഒരറ്റം തുറന്ന് ഉള്ളംകൈയിലേക്ക് പുകയിലത്തരി മനക്കണക്കു വെച്ചു കൊട്ടിയെടുത്തു. അളുക്കിൻ്റെ ആ അറ്റം അടച്ച് തിരിച്ചു പിടിച്ച് മറ്റേ തല തുറന്നു. വലതു ചൂണ്ടുവിരൽ കൊണ്ട് മനക്കണക്കു വെച്ചു തന്നെ ചുണ്ണാമ്പു തോണ്ടിയെടുത്തു. ഇരു കൈകളിലെയും ബാക്കിയുള്ള വിരലുകളുടെ സഹായത്തോടെ അളുക്കടച്ച് പൈജാമയുടെ പോക്കറ്റിൽ നിക്ഷേപിച്ചു. ചുണ്ണാമ്പു ചേർത്ത് പുകയിലത്തരികൾ അമർത്തി അമർത്തി തിരുമ്മി ചേരുവ പാകമാക്കി ഒരു കൈപ്പത്തിയിൽ നിന്നും മറ്റേ കൈപ്പത്തിയിലേക്ക് മാറ്റി കരടും പൊടിയും കളഞ്ഞു. വലതു കൈവെള്ളയിൽ പുകയില പാകമാക്കി മടക്കി പിടിച്ച് ഒരു നിൽപ്പുണ്ട്. വൻതോതിൽ നടത്തപ്പെട്ട യാഗം കഴിഞ്ഞ മഹാരാജാവിനെ പോലെയാണ് ആ നിൽപ്പ്. സത്യഭാമ ചെറുചിരിയോടെ നോക്കി നിൽക്കവേ തന്നെ ദാദ പുകയില വായയിൽ നിക്ഷേപിച്ചു. കീഴ്ചുണ്ടിനും കീഴ്വരിയിലെ പല്ലുകൾക്കുമിടയിലാണ് സ്ഥാനം. തുടർന്ന് നാക്കറ്റം കൊണ്ട് നുള്ളുനുറുങ്ങുകൾ തട്ടിയടുപ്പിച്ച് ശരിപ്പെടുത്തുന്നു. വിരലിലെ ചുണ്ണാമ്പും കൈയിലെ പുകയിലത്തരികളും പൈജാമയിൽ തുടച്ചു വൃത്തിയാക്കുന്നു. അയഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ജുബ്ബയുടെ കുടുക്കുകൾ ഇടാറില്ല. കറുത്ത ചരടിൽ കോർത്ത പുലിനഖവും മാറത്തെ നരച്ച രോമങ്ങളുടെ കാടും ജുബ്ബയുടെ തുറന്ന കഴുത്തിലൂടെ കാണാം. മുഴുക്കഷണ്ടിയാണ്. നരച്ചു തുടങ്ങിയ താടി ഊശനാണ്. ഒഴിഞ്ഞൊഴിഞ്ഞ് കീഴറ്റത്ത് അതിനൊരു വളവുമുണ്ടായിരിക്കുന്നു. ഉറച്ച ദേഹം, പാതി തുറന്ന കണ്ണുകൾ. ബെൽറ്റിൽ തോളുറയിലുറങ്ങുന്ന കത്തി ഒരിക്കലും പുറത്തെടുക്കാറില്ല. ബെൽറ്റിനു മുകളിൽ വയറ് ചൊറിഞ്ഞു തടവുകയോ നീണ്ടുകൂർത്ത മൂക്കിൻ്റെ അറ്റം നഖം കൊണ്ട് ചൊറിയുകയോ മാത്രമാണ് നേരം കളയാനുള്ള പണികൾ. പിന്നെ പുകയിലയുടെ വീര്യം കുറയുന്നതിനനുസരിച്ച് മാറ്റിക്കൊടുക്കുകയും വേണം. കുങ്കുമസാരി ഒതുക്കിപ്പിടിച്ച് സത്യഭാമ ഓടക്കരികിൽ കുനിയുന്നത് കണ്ടപ്പോഴേ ദാദ ഒപ്പമെത്തി. എന്തേ പോയത് മകളെ? ഒന്നും പോയില്ല ദാദാസാഹേബ്, സത്യഭാമ പറഞ്ഞു. ഇത് നോക്കൂ, ഭഗവാൻ ഓടയിൽ കിടക്കുന്നു. നീലച്ചായം തേച്ച മുഖവും പീലിയും ഒരു കാലും മാത്രമേ ഓടയിലെ അഴുക്കുവെള്ളത്തിൽ നിന്ന് പുറത്തു കാണാനുള്ളൂ.